മേപ്പാടി ക്യാമ്പുകളിൽ നിന്ന് ബെയിലി പാലവും കടന്ന് ഉറ്റവരെ തേടി അവർ ഓടുകയായിരുന്നു. വീടുകൾ നിന്ന സ്ഥലങ്ങളിലേക്കാണ് ഈ ഓട്ടം. ഇനിയും കണ്ടെത്താനുള്ള ഉറ്റവരെ തേടിയാണ് ഈ ഓട്ടം. എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിൽ, അതല്ലെങ്കിൽ ശേഷിപ്പായി എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ. പക്ഷേ അവർക്ക് നിരാശ മാത്രമാണ് ബാക്കിയായത്. എവിടെയും ഒന്നും കാണാനില്ല. ഉരുളെടുത്തു കൊണ്ടുവന്ന കൂറ്റൻ പാറകളല്ലാതെ. എവിടെയാണ് തങ്ങളുടെ വീട് നിന്നതുപോലൊന്നും മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥ. ഇനിയും കണ്ടെത്താത്തവർക്ക് വേണ്ടി ഇന്നലെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്ന ജനകീയ തെരച്ചിൽ 2000-ഓളം പേർ പങ്കെടുത്തിരുന്നു. വീടിരുന്ന സ്ഥലം കണ്ടപ്പോൾ പലരും കണ്ണീർ പൊഴിച്ചു. അവർക്ക് ഏറെ പ്രിയമായിരുന്നു ആ നാടും നാട്ടുകാരും. ഇന്ന് ഒന്നും തന്നെയില്ല. ആ നാടിനെ ഒന്നാകെ തൂത്തുവാരി. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് തെരച്ചിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പരിമിതപ്പെടുത്തിയിരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെ തെരയാൻ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തെരച്ചിലിൽ NDRF, ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ ജീവനക്കാർ എന്നിവർക്കൊപ്പം പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നു. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരിൽ രജിസ്റ്റർ ചെയ്ത 190 പേരും അതിരാവിലെ സ്ഥലത്തെത്തിയിരുന്നു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, മുണ്ടക്കെ ടൗൺ ഭാഗം, ചൂരൽമല സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലെല്ലാം തെരച്ചിൽ നടന്നു. പുഞ്ചിരിമട്ടത്ത് ആദ്യമെത്തിയ സംഘത്തോടൊപ്പം മന്ത്രി PA മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. ഉത്തരമേഖല IG K സേതുരാമൻ തെരച്ചിലിന് നേതൃത്വം നൽകി. കാണാതായവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ട സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു. സംശയമുള്ള ഇടങ്ങളിൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചു. ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പട്ടികയിൽ 131 പേരെയാണ് കാണാതായത്. 6 വിഭാഗങ്ങളായി തിരഞ്ഞാണ് പ്രധാന ഇടങ്ങളിലെല്ലാം തിരച്ചിലിൽ അരിച്ചുപെറുക്കിയത്. T സിദ്ദീഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കാളികളായിരുന്നു. 120 പേരും, പോലീസിലെ K9 സ്ക്വാഡ്, ഫയർഫോഴ്സ് 530 പേരും, 45 വനപാലകരും, 61 SOSമാരും, കൂടാതെ ആർമിയും MEG വിഭാഗത്തിൽപ്പെട്ടവരും, IRBയിലെ 14 പേരും, ഒഡീഷ പോലീസ് ഡോഗ് സ്ക്വാഡും, കേരള പോലീസിലെ 780 പേരും, റവന്യൂ വകുപ്പിന്റെ 58 പേരും, 864 വോളണ്ടിയർമാരും, 54 ഹിറ്റാച്ചികളും 7 JCBകളും ചേർന്ന് വിപുലമായ സന്നാഹമാണ് തിരച്ചിലിനെത്തിയത്. പ്രതിപക്ഷ നേതാവ് VT സതീശനും സ്ഥലത്തെത്തിയിരുന്നു.